ട്രംപിൻ്റെ പുതിയ ബുദ്ധി, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ബുദ്ധിയാണ് ട്രംപ് പയറ്റുന്നത്. പക്ഷേ ഇന്ത്യയോട് അത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐക്യരാഷ്ട്രസഭയേക്കാൾ മുകളിൽ പോകുന്ന ഒരു സഭ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മൊത്തം പവർ ട്രംപിൻ്റെ കയ്യിൽ. ട്രംപിന് അവിടെ ഇങ്ങനെ ഇരുന്ന് വിളസണം. ട്രംപ് പറയുന്നത് മാത്രമേ നടക്കൂ. കാരണം രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് വേറെന്ന് പറയും, രാത്രി വേറെന്ന് പറയും, വെളുപ്പാങ്കൾക്ക് ഇതൊന്നും പറയാത്തവർ വേറെ ഒന്ന് പറയും. അങ്ങനെയാണ് ട്രംപിൻ്റെ സ്വഭാവം. അപ്പോൾ ഇതിലേക്ക് ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യ പോകും? അല്ല, ഇന്ത്യ പോകുമോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ ഇതൊരു നോക്കൂത്തി സഭയാണ്, ഇനി അംഗീകരിച്ച് പോകേണ്ട അവസ്ഥയില്ല, അംഗീകരിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നിട്ട് അതിന് ശേഷം ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫണ്ടും ഒക്കെ വെട്ടിക്കുറച്ചിപ്പം പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് അതിനകത്ത് പുള്ളി ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അറിയാം. ഇതൊക്കെ ഉണ്ടാക്കിയത് അമേരിക്ക തന്നെ നേരത്തെ കേട്ടോ. കാരണം ഈ അവരെ ഈ കോടതി ഇതുപോലെ ലോക സമാധാന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന എവിടാ സമാധാനം ഇല്ല, അവരാ തീരുമാനിക്കുന്നത്. കാരണം ഭീകരന്മാരെ തീരുമാനിക്കുന്നില്ല. പാകിസ്ഥാനിലെ മുനീർ ഭീകരനല്ലല്ലോ. പിന്നെ ഈ സിറിയയിൽ അല്ലെങ്കിൽ മറ്റൊരിടത്തുള്ള ലോക ഭീകരന്മാർ IS മാരൊക്കെ പുള്ളിയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഭീകരനെല്ലാം പ്രഖ്യാപിക്കും. അപ്പോൾ എല്ലാം പ്രഖ്യാപിക്കാനുള്ള ഒരു അധികാരം പുള്ളിക്കുണ്ട്. അത് കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പുള്ളിയുടെ മാത്രം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഇതെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. അതായത് ഇതിനകത്ത് പുള്ളിയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അല്ലെ സുപ്രീം അതോറിറ്റി. മനസ്സിലായില്ലേ? അപ്പം അംഗരാജ്യങ്ങൾക്ക് ഈ കൊടുക്കുന്ന പണം അല്ലെങ്കിൽ ഇതിനകത്ത് പണം എനിക്ക് തോന്നുന്നു $1 ബില്യൺ പുള്ളി ഇതിനകത്ത് ചേരുന്ന ആൾക്കുള്ള ഫണ്ട്. അപ്പം എത്ര പേര് ചേരുന്നുണ്ടോ അതിനകത്ത് ഓരോ ബില്യൺ, അതായത് നമ്മളുടെ 8400 കോടി രൂപ ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ ഇപ്പം ഇത് കൊടുക്കുന്ന ഈ പൈസ കൊടുക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാംഗങ്ങളാവാം. ഇപ്പോൾ സ്ഥിരാംഗങ്ങൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് ട്രംപ് ആയിരിക്കും. എന്നുവെച്ചാൽ അഭിപ്രായം പറയുന്നതിന് ഏറ്റവും അവസാനം നമ്മൾ പറയത്തില്ലയോ ഇതുവരെ കേട്ടൊക്കെ ശരി, പക്ഷേ ഇതാണ് ഇതിൻ്റെ തീരുമാനം. അതുപോലെ ഈ അംഗരാജ്യങ്ങൾക്ക് അതിനകത്ത് ഫണ്ട് കൊടുത്താൽ സ്ഥിരാംഗങ്ങൾ, അപ്പോൾ സ്ഥിരമല്ലാത്ത എനിക്ക് തോന്നുന്നു അല്ലാത്ത അവരുണ്ട്, അവർ 3 കൊല്ലമാണെന്ന് തോന്നുന്നു. അതിനകത്ത് പൈസ കൊടുത്താൽ സ്ഥിരം അംഗങ്ങളാവാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാസ പുനർനിർമ്മാണം എന്നുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ പറയുന്നത്. അതായത് അവിടെ ഇത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരു കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറുകളുണ്ട്. വീറ്റോ പവറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും വീറ്റോ പവർ. ഇതിനകത്ത് അങ്ങനെ വീറ്റോ പവർ ഒന്നും ഉള്ളതായിട്ട് നമുക്കറിയുന്നില്ല. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇതിനകത്ത് വീറ്റോ പവർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം തീരുമാനിക്കുന്നതിനകത്ത് ഉള്ള ഇതുണ്ട്. അപ്പം ഇതിനകത്ത് പറഞ്ഞു വരുമ്പം ഇതുപോലെയുള്ള പല സമിതികളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയും പരമാധികാരം എനിക്ക് തോന്നുന്നു ഈ വോട്ടിംഗ് പവർ വരുമ്പോൾ അമേരിക്ക വിചാരിക്കുന്നത് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന G7 രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് അവരുടെ കൂട്ടായിട്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുന്ന കാര്യമേ ലോകത്ത് നടക്കത്തുള്ളൂ. അതിപ്പോൾ അപ്പോഴും അത് ഇവരുണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായല്ലോ. ലോകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ നോക്കുമ്പം ഒരു സമിതി ഉണ്ടാക്കുന്നു, ആ സമിതിക്കകത്ത് കൂടിയാലോചന നടത്തുന്നു, വോട്ടിംഗ് നടത്തുമ്പോൾ എന്തോ അതിൻ്റെ വോട്ടിംഗ് ശതമാനത്തിനകത്താൽ വോട്ടിംഗ് പവർ കൂടുന്ന രീതിയിലേക്കുള്ള സംവിധാനം അവരുടെ രാജ്യങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇതിനകത്ത് ചേരേണ്ടതില്ല. NSSൻ്റെ ഭരണഘടന പോലെ ആര് പുറത്ത് പോകണം, ആരെ അകത്തിരിക്കണമെന്ന് അതിനകത്ത് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊരു അതുപോലെ ഇതിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ വന്നിടക്കെ പോലും ഇനി അതുകൂടാതെ ആർക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഉള്ള രീതിയിലേക്കുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഇതിൻ്റെ പിടിച്ചേക്കുന്ന ഇവിടെ ഗാസ സമാധാന കരാർ, പാലസ്തീൻ ഗാസ സമാധാന കരാർ. പക്ഷേ ഇതിനകത്ത് ആ ഗാസയുടെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടപെടാൻ സാധിക്കുന്നത് വെനിസ്വല മുതൽ ഗ്രീൻലാൻഡ് വരെയും കാശ്മീർ മുതൽ തായ്വാൻ വരെ എല്ലായിടത്തും ഇവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രവുമല്ല ഇതിനകത്ത് സഖ്യരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഒരു ബില്യൺ കൊടുത്തിട്ട് അതിനകത്തായിട്ടുള്ള രാജ്യങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അത് തമ്പ്രാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നത്. മനുഷ്യാവശ്യ ലംഘനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ലോകത്ത് ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ശീതയുദ്ധകാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ലോകക്രമം, ആ ലോകക്രമത്തിനകത്ത് അറിയാമല്ലോ അമേരിക്കയുടെ ഒരു ലോകക്രമം അല്ലെങ്കിൽ അതിന് എതിരായിട്ട് ഈ പറയുന്ന പോലെ ഒരു ലോകക്രമം റഷ്യയുടെ ഇതിലുണ്ട്. അതായത് അമേരിക്കയുടെ ലോകക്രമമാണ് ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതിനകത്ത് ജിയോ പൊളിറ്റിക്സിനകത്ത് പല വ്യത്യാസങ്ങളും പലതായിട്ട് വരുന്നത്. ഇപ്പം ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിത ചെയർമാനായിട്ട് വരുന്ന, അദ്ദേഹത്തിൻ്റെ മരുമോൻ അംഗമായിട്ട് വരുന്ന, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് അംഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ,
മാർക്കോ റൂബിയോ UN ജനറൽ സെക്രട്ടറി, ഇതെല്ലാം ഇത് നിക്ഷേപ കക്ഷികൾ മാത്രമായിട്ട് വരുന്ന ഒരു സമിതി ഉണ്ടാക്കി ലോകത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് സമ്പത്ത് കണ്ടെത്തി, ആ സമ്പത്താണല്ലോ സമ്പത്ത് കണ്ടെത്തി ലോകത്തെ ആ സമ്പത്ത് വിനിയോഗിക്കുന്നതിനുള്ള തീരുമാനം പോലും എങ്ങനെ വേണമെന്ന് എടുക്കാൻ ട്രംപിന് മാത്രം കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വിശേഷം എനിക്ക് തോന്നുന്നു ട്രംപ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെയർമാൻഷിപ്പ് ഒരു ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആവും, അങ്ങനത്തെ ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയത്തില്ല. ഏതായാലും ഇത് വല്ലാത്തൊരു ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ അന്ന് ഇതുപോലെയുള്ള സമിതികളെ അവർക്ക് അതിനെ ധിക്കരിച്ച് വെളിയിൽ വന്നതുപോലെ, അതായത് സ്വേച്ഛാധിപതിയുടെ ഒരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ സ്വേച്ഛാധിപതികൾ ലോകത്ത് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതേ പാതയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ ചേരിചേരാ നയമൊന്നും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നിന്നേ മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഇത് വരുമ്പം റഷ്യയുമായിരിക്കത്തില്ലല്ലോ. റഷ്യ ഇപ്പുറത്ത് ഒരു ഇതേപോലെ ഒരു സമിതി ഉണ്ടാക്കും. ഒരു പക്ഷേ ബ്രിക്സിന് കൂടുതൽ ബലം കൊടുക്കുന്ന ഒരവസ്ഥ വരും. ബ്രിക്സിന് ഈ പറയുന്ന നാറ്റോയോട് കൂടി സൈനിക കൂട്ടായ്മ ഇതുവരെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഉള്ള പ്രശ്നം വരും. ഇതിനകത്ത് ഈ എങ്ങും ചേരാതെ നിൽക്കുന്ന രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു അമേരിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മറ്റ് ചില രാജ്യങ്ങൾ, അവർക്കൊക്കെ ഇനി എവിടെയെങ്കിലും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇന്ത്യക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അറിയത്തില്ലേ. നമ്മൾ വിളിച്ചു ഫൗണ്ടേഷൻ, അപ്പോൾ ഇന്ത്യ ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ ഇന്ത്യ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബലമായല്ലോ ബാക്കിയുള്ള രാജ്യങ്ങളെക്കാട്ടിലും. ഇപ്പം ഈ പറയുന്നത്, അപ്പം ഇന്ത്യ ചെല്ലുമോ, ഇന്ത്യ മിക്കവാറും ഇതിനകത്ത് എങ്ങും ഇല്ലാതെ, ഈ നമ്മൾ പറയത്തില്ല നമ്മുടെ ഒരു സ്വഭാവം, നമ്മൾ അവിടെ ഇല്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇതിനകത്ത് പൈസ കൊടുത്ത് ഇതിനകത്ത് ചേരുന്ന രീതിയിലേക്ക് പോയാൽ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വലിയ കുഴപ്പം പറ്റും, ചൈനയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വലിയ കുഴപ്പം പറ്റും. അപ്പോൾ അവരെ ഇതിനകത്ത് ചേർക്കുന്നതിനകത്ത് താല്പര്യപ്പെടുമോ അമേരിക്ക, അല്ലെങ്കിൽ അവരിതിനകത്ത് ചേർന്ന് പോകുന്ന ഒരവസ്ഥ, താല്പര്യപ്പെട്ടാലും പുള്ളി അളവ് വിളിച്ചിട്ടുണ്ട്, അവർ ചേർന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല. കാരണം ട്രംപിന് തീരുമാനിക്കുന്ന കാര്യത്തിനകത്ത് കീഴിലൊപ്പിടാൻ എന്തുവായാലും പുടിനോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല. ഏതായാലും ട്രംപിൻ്റെ ഒരു പുതിയ കെണി തന്നെയാണ്. ഈ കെണിക്കകത്ത് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഉള്ളതിനകത്ത് നമ്മളെ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ ചെല്ലുമോ, 8,400 കോടി രൂപ കൊടുത്ത് ഈ കെണിയിനകത്ത് വീഴുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെണി നമുക്കെതിരെ ഇപ്പോൾ അറിയാമല്ലോ, അവർ താരിഫിൻ്റെ വിഷയത്തിലൊക്കെ പുള്ളി വന്നു. അപ്പം എന്തായാലും ചേർന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചേരാൻ പറ്റുന്നൊരവസ്ഥ ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യ രൂപപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഈ അമേരിക്കയെ താരിഫിൻ്റെ വിഷയം വെച്ച് പോലും വെല്ലുവിളിക്കാൻ പ്രാപ്തമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പിറകിൽ ഒരുപക്ഷെ നാറ്റോ ഉൾപ്പെടെ ഇപ്പം ഈ ഗ്രീൻലാൻഡ് വിഷയം, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഗ്രീൻലാൻഡ് വിഷയത്തിലേക്ക് ട്രംപിന് ഇടപെടുന്നതിന് വേണ്ടിയും, അതുപോലെ റെസ്യൂം ചേഞ്ച് ഉണ്ടല്ലോ ഈ പറയുന്ന ഇറാനിലെ, അതുമൊക്കെ ഇതിനകത്ത് തീരുമാനം എടുത്തിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോകത്തിൻ്റെ സുരക്ഷയുടെ അവസ്ഥ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻലാൻഡ് ഇപ്പം ആഗ്രഹിക്കുന്ന പോലെ മെഡിറ്ററേനിയൻ കടൽ അവിടുന്ന് റഷ്യ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മൊത്തം രാജ്യങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ടെങ്കിൽ ആ തീരുമാനത്തോട് ഇയാളെ തീരുമാനത്തോട് ഒത്തുനിൽക്കണം. അതുപോലെ ഇറാനകത്തെ റെസ്യൂം ചേഞ്ച് ആ രീതിയിലേക്ക്. അപ്പോൾ ഇതൊരു വല്ലാത്ത കെണിയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു ലോകക്രമം, ലോകം മൊത്തവും പുള്ളിയുടെ വരുതിയിലും ഇഷ്ടത്തിലും ആക്കി പോകുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ വലിയ വലുപ്പത്തിൽ ഒരു ചർച്ചയും ഇല്ലാത്ത ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിനകത്ത് ഇന്ത്യ നിന്നു കൊടുക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇന്ത്യക്കിടെയുള്ളൊരു ക്ഷണം ഇന്ത്യക്കൊരു കെണിയായിട്ട് വരും. അത് കൊള്ളാനും തള്ളാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമാണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.